ഖൽബിന് പരിശുദ്ധി ഉണ്ടാകാൻ ഏറ്റവും വലിയ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈമാൻ. ആ ഈമാനിന്റെ പരിപോഷണത്തിന് ആവശ്യമായ സുഹൃതങ്ങൾ നിത്യജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും നാൾക്ക് നാൾ അത് വർദ്ധിപ്പിക്കുകയും ആത്മാർത്ഥമായി അത് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് വലിയ പരിശുദ്ധി അല്ലാഹു നൽകുന്നു. ഖൽബ് ഏറ്റവും പരിശുദ്ധമായതാണെങ്കിൽ പിന്നെ ആ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതനായി രക്ഷപ്പെട്ടവനായി. ഖൽബിന് കേടുപാട് സംഭവിച്ചാൽ ബാക്കി എല്ലാ സംഗതികളിലും അവൻ മോശപ്പെട്ടവനായി കേടുള്ളവനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയണം, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണം. അത് എല്ലാ അർത്ഥത്തിലും നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും മെച്ചപ്പെട്ടു നന്നായി. രണ്ടർത്ഥത്തിൽ ഈ ഹദീസ് വായിക്കാം. ഹാർട്ടിന് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച ആളാണെങ്കിൽ അയാളെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും അത് പ്രതിഫലിക്കും. എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ ഒരു കുറവുണ്ടാകും. നിങ്ങളൊരു ഹാർട്ട് രോഗിയെ കണ്ടു നോക്കൂ. അവന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 7 അവയവങ്ങളിലും അതിന്റെ ചെറിയ കേടുപാട് ചെറിയ രൂപത്തിലെങ്കിലും രൂപപ്പെട്ടു വരും. അതേ സമയത്ത് ഒരു രോഗവും ഇല്ലാത്ത നല്ല തെളിഞ്ഞ ഹാർട്ടാണെങ്കിൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യസ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഒരർത്ഥം ആ പറഞ്ഞ വിഷയത്തിന് വെക്കാം. കേടുപാടും നല്ലതും. അതല്ല, ആന്തരികമായി ചില വിഷയങ്ങളുണ്ട്. ബാഹ്യതലത്തിൽ അതിന്റെ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. ആന്തരിക തലത്തിൽ നമ്മുടെ ഖൽബിന് കേടുപാട് സംഭവിക്കുന്ന ഖൽബിയായ രോഗങ്ങൾ അത് പിടിപെട്ട് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ഫസാദായി പോയി. ഖൽബ് മോശമാണെങ്കിൽ അവന്റെ നാവും അവന്റെ കൈയും അവന്റെ കാലും അവന്റെ കണ്ണും അവന്റെ നാക്കും അവന്റെ കാതും അവന്റെ അവയവങ്ങളിലൊക്കെ അതിന്റെ ദൂഷ്യവശങ്ങൾ പ്രതിഫലിക്കും. അവന്റെ നാവ് ശരിയായ രൂപത്തിലാകൂല, കണ്ണുകൊണ്ട് കാണുന്നത് നേരാകൂല, കാതുകൊണ്ട് കേൾക്കുന്നത് മോശപ്പെട്ടതായിരിക്കും, കൈകൊണ്ട് അവൻ സ്പർശിക്കുന്നതും ടച്ച് ചെയ്യുന്നതും എഴുതുന്നതും പിടിക്കുന്നതും എല്ലാം മോശപ്പെട്ടതായിരിക്കും. കാലുകൊണ്ട് സഞ്ചരിക്കുന്നതും കാലുകൊണ്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതും ആ കാലെടുത്ത് വെക്കുന്നതും കാലുകൊണ്ട് മറ്റു പ്രയോഗങ്ങൾ നടത്തുന്നതും ഒക്കെ അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്തതായിരിക്കും. ഖൽബ് കേടായി പോയാൽ പിന്നെ ഒക്കെ മോശമായി പോയി. പഴയ കാലത്തുള്ള ഉലമാക്കൾ അതിന് ഉദാഹരണം പറയലുണ്ട്. ഖൽബ് കേടാകാന്നുള്ളതിന് ഉദാഹരണം പറയുന്നത് ഏറ്റവും ബെറ്ററായ ഉദാഹരണമാണ്. ഖൽബ് കേടായാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അവർ പറയും, നമ്മുടെ വീട്ടിലെ വിസർജന സ്ഥലം പോലെ ഉണ്ടാകും. വിസർജന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ ഉൾഭാഗം ഫുൾ മലിനമാണ്. പക്ഷെ പുറത്തെന്തൊരു ഭംഗിയുണ്ട്. അതിലൊട്ടിച്ച ടൈലിന് എന്തൊരു സൗന്ദര്യം. ചുമരിന്റെ മുകളിലുള്ള ടൈലിനൊക്കെ നല്ല വെളുപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. ആ പോയി ഇരിക്കുന്ന വിസർജന സ്ഥലത്തിന്റെ പുറംഭാഗം വരെ കഴുകി വൃത്തിയാക്കി ചളിയൊക്കെ നീക്കി നല്ല ക്ലിയർ ആയിട്ട്. പക്ഷെ ഉൾഭാഗമോ
വിസർജന വസ്തു കെട്ടിക്കിടക്കുന്ന പ്രവേശിക്കുന്ന ഉൾഭാഗമോ ഒന്നിനും കൊള്ളാത്തതാണ്, മലിനമാണ്. ഇതുപോലെ ഇരിക്കും കൽബ് നാറിപ്പോയാൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, അവന്റെ ബോഡി, അവൻ മിനുക്കിയെടുക്കുന്ന അവന്റെ മുഖവും അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളും എല്ലാം ബാഹ്യതലത്തിലുള്ള ഒരു ഭംഗി അതിനുണ്ടാകും. ഉള്ളു മോശമായാൽ അങ്ങനെ, ഉള്ളു കേടുവരാൻ പാടില്ല. ഖസ്വത്തുൽ ഖൽബ് മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഖൽബിന് കടുപ്പം കൂടി വരാൻ പാടില്ല. ലോല മനസ്സ് വേണം നമുക്ക്, ലോലമായ ഹൃദയം, അഴുക്കുകൾ പുരളാത്ത സലീമായ ഖൽബ്. അതിനാണല്ലോ കാര്യമായിട്ട് രക്ഷയുള്ളത്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ അവസാനമാണത്. അല്ലാഹുവേ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പുനരുദ്ധാരണ ദിവസം എന്നെ നീ പരാജയപ്പെടുത്തരുത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്ത് ഉള്ളവന് സമ്പത്ത് എന്ന മേൽവിലാസത്തിൽ ഉപകാരം അർഹിക്കാത്ത ഒരു ദിനം. സമ്പന്നനായി എന്ന മേൽവിലാസത്തിൽ ഇവിടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇവിടെ സമ്പന്നൻ ഒരു പക്ഷേ ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് വലിയ ആഘോഷം നടക്കുന്നു പ്രസിഡന്റായ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ. അതിൽ സംബന്ധിക്കുന്ന 100-ലധികം വരുന്നത് വലിയ ലോകത്തുള്ള കോടിപതികളാണ്. അവർക്ക് ആ സമ്പത്തിന്റെ പേരിൽ കിട്ടിയൊരു ഉപകാരമാണത്. അത് ഇവിടെ. പക്ഷേ അവിടെ ദുനിയാവിൽ കോടീശ്വരനായി എന്ന മേൽവിലാസത്തിൽ ഒരു ഉപകാരവും ഇല്ല. സമ്പത്തിന്റെ മേൽവിലാസത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ദിവസം. വലാ ബനൂൻ, നിറയെ സന്താനങ്ങളുണ്ട്, മക്കളും പേരമക്കളും നോക്കിയാൽ 50-ലധികം ഉണ്ട് എന്ന മേൽവിലാസം കൊണ്ട് ഉപകരിക്കാത്തൊരു ദിവസം. സമ്പത്ത് കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽക്കോയ്മ കൊണ്ട് അവിടെ ഒന്നും കിട്ടാനില്ല. സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സമ്പത്തും ചെലവഴിച്ചത് നല്ല രൂപത്തിലുമാണെങ്കിൽ അത് വേറെ. നല്ല മക്കളെ വാർത്തെടുത്ത് നല്ല രൂപത്തിൽ വളർത്തിയെങ്കിൽ അത് വേറെ. സമ്പത്ത് എന്നൊരൊറ്റ മേൽവിലാസത്തിൽ അവിടെ ഒന്നും കിട്ടാനില്ല. സന്താനങ്ങളുടെ പെരുപ്പം കൊണ്ട് ഒരു ഉപകാരവും നടക്കാനില്ല. അവിടെ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കുന്നത്, എന്തും കിട്ടുന്നുവെങ്കിൽ കിട്ടുന്നത് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കാണ് ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സോടെ. ശക്കില്ല, നിഫാഖില്ല, ബിദ്അത്തില്ല, കുഫറില്ല, റിയാ ഇല്ല, നല്ല മനസ്ഥിതിയോടെ. ഇമാം നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ അനുസരിച്ച് രോഗത്തിന്റെ ചെറിയ അണുക്കളാകുന്ന, ചെറിയ ചെറിയ പുഴുക്കുത്തുകളാകുന്ന ബിദ്അത്തും ഫിസ്ഖും പുരളാത്ത സലീമായ സുരക്ഷിതമായ ഖൽബ്, ആ ഖൽബ് കൊണ്ട് റബ്ബിന്റെ സവിധത്തിലെത്തുന്നവന് അവനാണ് അന്ന് കാര്യമുള്ളത്, അവനാണ് അന്ന് വിജയമുള്ളത്. സലീമായ ഖൽബ് നേടിയെടുക്കാൻ അതിനുള്ള പരിശ്രമമാണ് ഈ ദുനിയാവിലുള്ള വലിയൊരു ശ്രമമായി നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ 3 വിഷയങ്ങളിൽ ഒന്നാണത്. ഒരു മനുഷ്യൻ പഠിച്ചെടുക്കൽ നിർബന്ധമായ, ഒരു മുഅ്മിൻ സ്വായത്തമാക്കൽ നിർബന്ധമായ 3 അറിവുകളിൽ ഒരു അറിവ് ഇൽമു തസ്കിയ, ആത്മസംസ്കരണത്തിന്റെ അറിവാണ്. അവന്റെ ആത്മാവ്, അവന്റെ ഖൽബ് കീടങ്ങൾ നിറഞ്ഞതായിട്ട് ഏത് തരത്തിലുള്ള മേക്കപ്പ് നടത്തിയിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ കാര്യമായ ഒരു കാര്യവും ഇല്ല. അതേ സമയത്ത് ഖൽബിന് പരിശുദ്ധിയുണ്ടോ, അവന്റെ പുറമെയുള്ള പ്രവർത്തനങ്ങൾക്കും സ്വീകാര്യതയുണ്ട്, അവന്റെ ഏതേത് വാക്കുകൾക്കും അർത്ഥമുണ്ട്, അതിന് ഫലമുണ്ട്, അതിന് കാര്യമുണ്ട്, നേട്ടമുണ്ട്. ഖൽബിന് കസ്വത്ത് വരാതിരിക്കാൻ ശരിയായ നിലക്ക് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം.
മനുഷ്യരുടെ കൽബ് കട്ടിയായി പോയാൽ ഏത് രൂപത്തിൽ കട്ടിയായി പോകും? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, തുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. കല്ല് പോലെ കട്ടിയാകും, അതല്ല ഔ അശദ്ദു ഖസ്വ, പാറക്കല്ലിനേക്കാളും വലിയ കട്ടി കൽബിനുണ്ടാകും. പാറക്കല്ലുകൾക്ക് പിന്നെയും ഒരുപാട് നന്മകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, പിളർന്നിട്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരുപാട് പാറകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പൊട്ടിയൊഴുകിയിട്ട് ഒരുപാട് നദികൾ ഒഴുകുന്ന അതിന് കാരണമാകുന്ന ഒരുപാട് പാറക്കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചതു കാരണം മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടുരുണ്ട് വന്ന് ഭക്തിയോടെ നിൽക്കുന്ന പാറക്കല്ലുകളും ഉണ്ട്. പാറക്കല്ലുകൾ നമ്മുടെ കൽബിനേക്കാളും മഹത്വമേറിയതാണ്. പാറയെക്കാളും അധികം കട്ടി നമ്മുടെ കൽബിനുണ്ടാകരുത്. കൽബിന് കസുവത്ത് വരുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. കാരണം കസുവത്തുള്ള മനുഷ്യൻ, കസുവത്തുള്ള കൽബുള്ള മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇന്ന അബ്അദന്നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ബഹുദൂരത്താണ് അൽ ഖൽബുൽ ഖാസി, കടുത്ത മനസ്കൻ, കടുത്ത മനസ്സുള്ളവൻ. ഉപദേശം അവന്റെ മനസ്സിന് കേൾക്കൂല, ദൃഷ്ടാന്തങ്ങൾ അവന്റെ മനസ്സിനെ പിടിപെടൂല. എന്തു സൂചനകൾ അല്ലാഹു നൽകിയാലും അവന്റെ മനസ്സിന് അതൊരു സൂചനയായിട്ടോ ഒരു വാണിംഗ് ആയിട്ടോ അവന്റെ മനസ്സിനെ അനുഭവിക്കൂല. എന്ത് വന്നാലും വേറെ വഴിക്ക് അവൻ വ്യാഖ്യാനിക്കും. എന്ത് വിഷയങ്ങൾ അവന് സ്വന്തത്തിലുണ്ടായാലും വേറൊന്നു കൊണ്ടവൻ വ്യാഖ്യാനിക്കും. കാരണം അവന്റെ മനസ്സിന്റെ മരവിപ്പാണത്. ദിക്റ് ചൊല്ലിയിട്ടും മരവിപ്പ് നീങ്ങാത്തവരുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദിക്റും ചൊല്ലുന്നുണ്ട്, സ്വലാത്തും ചൊല്ലുന്നുണ്ട്, ഔറാദൊക്കെ ഉണ്ട്, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, പക്ഷെ എന്നിട്ടും കടുപ്പം മാറുന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, ദിക്റ് ചൊല്ലിയിട്ടും ഖൽബ് കടുത്തു പോകും. എന്തൊരു കടുപ്പാണത്! ദിക്റൊക്കെ ചൊല്ലുന്നുണ്ട്, ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലുന്നുണ്ട്, സ്വലാത്തൊക്കെ ചൊല്ലുന്നുണ്ട്, ഖൽബിന്റെ മരവിപ്പ് അങ്ങോട്ട് മാറുന്നില്ല. ഖൽബിന്റെ രോഗങ്ങളൊന്നും മാറിക്കിട്ടിയാൽ നല്ല സുഖല്ലേ? ഖൽബിന് കാര്യമായിട്ട് കേടുപാട് വരുത്തുന്ന രോഗങ്ങൾ മാറാതെ നമ്മളത് ശുദ്ധീകരിക്കാതെ എവിടേക്കാ നമ്മൾ ഈ പോക്ക്? ഖസ്വത്തുൽ ഖൽബ് മാറണം. ഖസ്വത്തുൽ ഖൽബുള്ള മനുഷ്യന് ഉപദേശം ഫലിക്കൂല, ദിക്ർ അവന് ഫലിക്കൂല. രോഗങ്ങൾ അല്ലാഹു തആല കൊടുത്തു എഴുതിക്കോ, മാറ്റം ഉണ്ടാകൂല. വേറെ വ്യാഖ്യാനിക്കും, വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാണ്. ഓൻ ചിന്തിക്കൂല, എനിക്ക് പല വിഷയങ്ങളും ഉണ്ടായിട്ട് അല്ലാഹു തആല തന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. വ്യാഖ്യാനം വേറെ. ഞാൻ അത് കഴിച്ചിട്ട് അത് കുടിച്ചിട്ട് ഒന്നുമല്ല. നീ അത് കഴിച്ചിട്ടുമല്ല കുടിച്ചിട്ടുമല്ല, നിന്നിലുള്ള ചില അരുതായ്മകളെ മാറാൻ വേണ്ടി അല്ലാഹു തആല തന്നൊരു ഷോക്കാണ്. പക്ഷെ ചിന്തിക്കൂല, മാറൂല. വ്യാഖ്യാനം വേറെ ആയിരിക്കും. പലതും പറയാവൻ അങ്ങനെ ഒന്നൊന്നല്ല. അല്ലാഹു തആല കൊടുത്ത് ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, ഒന്ന് ചിന്തിച്ച് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു അക്രമി അല്ലാഹു തആല ഒറ്റടിക്ക് നശിപ്പിച്ചിട്ടുണ്ടോ? ഫിർഔനൊക്കെ എത്ര കാലം അല്ലാഹു തആല സുഖം കൊടുത്തു? എത്ര കാലം കൊട്ടാരത്തിൽ സുഖിച്ചു ഫിർഔൻ? എത്ര കാലം സുഖിച്ചു സഹോദരങ്ങളെ? അബ്രഹത്ത് രാജാവ്, കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിനെ ആ സ്പോട്ടിൽ അവിടുന്ന് കല്ലെറിഞ്ഞ ആ സ്പോട്ടിൽ അല്ലാഹു തആല മരണം നൽകിയിട്ടില്ല. കല്ലിന്റെ ഏറുകൊണ്ട് അയാളെ ശരീരമാകെ ഊർത്ത് വികസിച്ചു. അയാളെ വയറിന്റെ ഒരു ഭാഗം പൊട്ടിയൊലിച്ചു. ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു തആല അയാളെ മൗത്താക്കിയത്. എന്തിനെന്നറിയോ? മാറി ചിന്തിക്കാൻ ഒരു നേരം കിട്ടിയില്ല പടച്ചോനെ എന്ന് പറയാൻ പാടില്ല. എനിക്കൊരു അവസരങ്ങളും നീ തന്നില്ലല്ലോ അല്ലാഹുവേ മാറാന് എന്ന് ഫിർഔൻ പറയൂല. കാരണം ഫിർഔനിന്റെ മുന്നിൽ കൺ തുറന്ന ദൃഷ്ടാന്തങ്ങൾ 9 എണ്ണം വരിവരിയായി അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒന്നല്ല, 9 എണ്ണം. വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാതിൻ ഫസ്അൽ ബനി ഇസ്രായീൽ.
ബനു ഇസ്രായേലിനോട് ചോദിക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന് 9 ദൃഷ്ടാന്തങ്ങൾ, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയില്ലേ? ഫിർഔന് പച്ചയായി കണ്ടില്ലേ ഇതൊക്കെ? അല്ലാഹു തആല പെട്ടെന്ന് അവനെ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിശ്വസിച്ചു എന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചിങ്ങനെ മുങ്ങിപ്പൊങ്ങുന്ന സമയത്ത് ഫിർഔന് ഖൽസം നദിയിൽ വെച്ചുകൊണ്ട് മൂസാ നബിയോട് ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. മൂസാ ഒന്ന് രക്ഷപ്പെടുത്തണം. ബനു ഇസ്രായീലർ ഏത് ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചോ അതേ ഇലാഹിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചു. മൂസാ നബി എന്താ ചോദിച്ചത്? ആന ഇപ്പയാണോ നേരായത്? ഇപ്പയാണോ നിനക്ക് നേരമായത്? വഖദ് അസൈത മിൻ ഖബൽ, ഇതിനു മുമ്പ് നീ ധിക്കാരിയായി പ്രവർത്തിച്ചില്ലേ? വകുംത മിനൽ മുഫ്സിദീൻ, നാശകാരികളിൽപ്പെട്ട് ജീവിച്ചില്ലേ? എത്ര ദൃഷ്ടാന്തങ്ങൾ പച്ചയായി നിന്റെ മുന്നിൽ വന്നിരുന്നു. മാറാൻ സമയം കിട്ടിയോ നിനക്ക്? ദൃഷ്ടാന്തങ്ങളാണ് എന്ന നിലക്ക് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ പലതും? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നോട് ദ്വാരക്കാൻ വേണ്ടി നിന്നെ ആളെ നീ പറഞ്ഞയച്ചില്ലേ? ഒന്ന് ദ്വാരക്കണം, ഞങ്ങൾ വിശ്വസിച്ചോളാന്ന് പലവരും പറഞ്ഞില്ലേ? എന്നിട്ട് ഞാനത് നിങ്ങൾ വിശ്വസിച്ചോളും എന്ന് കരുതിയിട്ട് അള്ളാഹിനോട് ദ്വാരന്നിട്ട് ആ പരീക്ഷണം അള്ളാഹു മാറ്റി തന്നിട്ട് പിന്നെയും നന്ദികേടല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെ 9 എണ്ണം ദൃഷ്ടാന്തങ്ങൾ വരി വരിയായി അല്ലാഹു തആല തന്നിട്ട് കുടുങ്ങിയപ്പോ നിങ്ങൾ പറഞ്ഞു ഉദ്ഉലനാ റബ്ബക്, മൂസാ നബിയെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ, ഈ പരീക്ഷണം ഒന്ന് മാറിക്കിട്ടിയാ ഞങ്ങൾ വിശ്വസിച്ചോളാം, ബനു ഇസ്രായീലരെ പറഞ്ഞേച്ചോളാം. പക്ഷേ പരീക്ഷണം അങ്ങ് മാറുമ്പോ ഇദാഹും യൻകുസൂൻ, പിന്നെയും കരാർ പൊളിക്കുന്നു, പറഞ്ഞ വാക്ക് ലംഘിക്കുന്നു, വിശ്വാസത്തിലേക്ക് വരുന്നില്ല, ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അതല്ലേ ഉണ്ടായത്? ഒന്നും കിട്ടാഞ്ഞിട്ടാണോ നീ വിശ്വസിക്കാതിരുന്നത്? ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ നേരമായത്? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ നേരമാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ നേരമാണ്. ഇനി എങ്ങോട്ട് നന്നാകാനാണ്? ഇനി ആര് സ്വീകരിക്കാനാണ്? പടച്ച റബ്ബ് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചോദിച്ചത്. വെള്ളം കുടിച്ചിട്ട് റൂഹ് പുറപ്പെടാനാകുന്ന നേരത്ത്, തൊണ്ടക്കുഴിയിലെത്തുന്ന നേരത്താണോ വിശ്വാസം വിളിച്ചു പറയേണ്ടത്? ഇതിനു മുമ്പ് എത്ര നേരമുണ്ടായിരുന്നു? അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലേ അത്രയും നീട്ടിക്കൊടുത്തത്. എത്ര സുഖത്തിലാവും കഴിഞ്ഞത്. ഒരു അസുഖം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഫിർഔന് ഒരു അസുഖം പോലും ഉണ്ടായിട്ടില്ല. എത്ര വലിയ ആരോഗ്യമാണ് അല്ലാഹു തആല കൊടുത്തത്. നമ്രൂദ് പെട്ടെന്ന് അല്ലാഹു മരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്രൂദിന്റെ പൊന്നു മകള് വിശ്വസിച്ചിട്ട് പോലും നമ്രൂദ് വിശ്വസിച്ചിട്ടില്ല അല്ലാഹുവിൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൽ. അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. എന്തിനാ അല്ലാഹു തആല ചിലതൊക്കെ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി തരുന്നറിയാം? നമ്മളൊന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. നമ്മളിൽ വരുത്തുന്ന മാറ്റം നമ്മൾ ഖൽബിയായ നിലക്ക് ഉണരാനും നന്നാകാനോ ആണ്. പെട്ടെന്ന് അതാ ചിന്തിക്കേണ്ടത്. അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഞാൻ മടങ്ങാനാണ്, ഞാനൊന്ന് ആലോചിക്കാനാണ്, ഞാനൊന്ന് ഓർക്കാനാണ്. ചിന്തിക്കാനൊക്കെ സമയമായിട്ടുണ്ട്, മാറാനൊക്കെ സമയമായിട്ടുണ്ട്. അതിനുള്ള ചെറിയൊരു ഷോക്കാണ് അല്ലാഹു തആല തന്നത്. ഇനിയും ഞാൻ എന്റെ ഖൽബ് നന്നാക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നന്നാക്കുക? ഖൽബിന് ഖസ്വത്ത് കട്ടിക്കൂടി വരരുത്. കട്ടിക്കൂടി വന്നാല് ഖസ്വത്തുൽ ഖൽബിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരിക്കും ഇഷ്ടം. ഖസ്വത്തുൽ ഖൽബുള്ളവർക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരിക്കും ഇഷ്ടം. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു 3 കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാണ്. 1, ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ്. 2, ത്വആമു വലിയ ഇഷ്ടമാണ്. 3-മത്തത് വിശ്രമം. അടിച്ചുപൊളി, ഉല്ലാസം വലിയ ഇഷ്ടമാണ്. റാഹത്ത് വലിയ ഇഷ്ടമാണ്. നൗമു വലിയ ഇഷ്ടമാണ്. ത്വആമു വലിയ ഇഷ്ടമാണ്. ത്വആമു ഇപ്പൊ കഴിച്ചാലും പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും, പിന്നെയും കിട്ടിയ പിന്നെയും കഴിക്കും, പിന്നെയും കിട്ടിയ പിന്നെയും കഴിക്കും, പള്ള പൊട്ടുന്നവരെ കഴിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഇഷ്ടക്കാർ അങ്ങനെയാ പോകുന്നത്. അതുകൊണ്ടല്ലേ പാകപ്പെടുത്തിയ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ,
ഭക്ഷണം വയറ് നിറയെ കഴിച്ചാൽ കൽബിന് കസുവത്ത് വരും. അഫാത്തു ശിബഇൻ അഫാത്തു ശിബഇൻ സിഖലു ജിസ്മിൻ ഖസ്വത്തുൽ ഖൽബിൽ ലിസാലതു ഫിത്നതൻ മുതമൽമിലാ തളീഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ ഫഹ്ദറൻഹു വഅബ്ഹലാ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരുപ്പമാര് പരിധി വിട്ട് ഭക്ഷണം കൊടുക്കരുത്. നമ്മൾ കഴിക്കുമ്പോഴും ഒരു പരിധി വെച്ച് ഭക്ഷണം കഴിക്കണം, ഓവറാകരുത്. ആഫാത്തു ശിബഇൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആപത്തുകൾ, ദുരന്തങ്ങൾ. ഫിഖലു ജിസ്മിൻ ശരീരത്തിന് പ്രായത്തെ വെല്ലുന്ന കനം വരും. പ്രായത്തെ വെല്ലുന്ന കനം. അവന്റെ കനവും മറ്റും കണ്ടാ വിചാരിക്കും അവന് 65, 60, 70, 80 ആയിട്ടുണ്ട്. ചോദിച്ചു നോക്കുമ്പോ ആകെ വയസ്സ് 30 ആയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 25 ആയിട്ടേ ഉള്ളൂ. പക്ഷേ കനം തോട്ടി നോക്കുന്ന സമയത്ത് അങ്ങനെയാ. ഫിഖലു ജിസ്മിൻ ശരീരത്തിന്റെ പ്രായത്തിനെ വെല്ലുന്ന കനം വരും. മാത്രമല്ല രണ്ടാമത്തെ വിഷയം ഖസ്വത്തുൽ ഖൽബ്, ഖൽബിന് കടുപ്പം വരും. ഉപദേശം സ്വീകരിക്കാത്ത, ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാത്ത, ഖൽബിന്റെ രോഗങ്ങൾക്ക് ശമനമില്ലാത്ത കടുത്ത മനസ്കത വരും. അൽ ഇസാലത്തു ഫിത്നതൻ ബുദ്ധി കൂർമത നീങ്ങിപ്പോകും. പാകത്തിലുള്ള ഭക്ഷണം കൊടുത്തെങ്കിലേ ബുദ്ധിക്ക് വൈഭവം കൂടുകയുള്ളൂ, ഓർമ്മശക്തിക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. പാകത്തിലുള്ള ഭക്ഷണം കഴിക്കണം, പരിമിതപ്പെട്ട ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് നല്ല തിളക്കമാർന്ന ബുദ്ധിശക്തിയും ബുദ്ധികൂർമ്മതയും ഉണ്ടാകുക. നിങ്ങൾ നോക്കൂ, ആത്മജ്ഞാനികളുടെ ഭക്ഷണത്തിന്റെ ശീലത്തിലേക്ക് നോക്കൂ. ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടിയ അവര് എത്ര പാകപ്പെടുത്തിയിട്ടാ ഭക്ഷണം കഴിച്ചത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ മുന്നിലേക്ക് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നാൽ മഹാനവറുകൾ ഭക്ഷണത്തിലേക്ക് നോക്കും. എത്ര പേർക്ക് കഴിക്കാനുണ്ട്? 2 ആൾക്കല്ലല്ലോ, 5 ആൾക്കുണ്ട്. പുറത്തുനിന്ന് വേറെ 3 ആളുകളെയും കൂട്ടി വരും. 2 ആൾക്ക് കൊണ്ടുവന്ന ഭക്ഷണമായിരിക്കും. 3-4 ആളെ എക്സ്ട്രാ വിളിച്ചു കൊണ്ടുവരും. അവർക്ക് കൂടി ആ ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കും. ഏറെ ഭക്ഷണം കണ്ടാ പിന്നെയും കുറച്ചുകൂടി ഇല്ലേ, കുറച്ചുകൂടി കഴിക്കുക, കുറച്ചുകൂടി കഴിക്കുക. ഇനിയുണ്ടല്ലോ കുറച്ചുകൂടി, ബാക്കിയുണ്ടല്ലോ, കുറച്ചുകൂടി കഴിക്കുക. 10 സത്യത്തിലെ ലിമിറ്റ് എന്നുള്ളതൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് ചെറിയ സൗണ്ടൊക്കെ വന്നു, അത്യാവശ്യത്തിന് പാകമായിട്ടുണ്ട്. പക്ഷെ നമ്മളത് പാകപ്പെടുത്തി നിൽക്കൂല. ഏറെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ. അടുത്ത വിഷയം തദ്ഈഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി, റബ്ബിനെ ഇബാദത്ത് എടുക്കാൻ ശരീരത്തിന് ദുർബലത വരൂലേ? വരും. അതിന്റെ അടയാളമാണ് ചിലർക്കൊക്കെ റമളാൻ. റമളാന് പാകപ്പെടുത്തിയ ഭക്ഷണമല്ല കഴിച്ചതെങ്കിൽ 4 റക്അത്താകുമ്പോഴേക്ക് അടുത്തുള്ളവരോട് ചോദിക്കും എത്ര റക്അത്തായി. 4 റക്അത്തായിട്ടുള്ളൂ. 2ാമത്തെ സലാമാണ് ഇമാം വീട്ടുന്നത്. ആദ്യം 2 റക്അത്ത് സലാം വീട്ടി. തറാവീഹ് 20-ന് മുന്നോട്ട് പോകൂല. 8 ആകുമ്പോഴേക്കും തിരിഞ്ഞു നോക്കും, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ മദ്ഹബ് പിൻപറ്റിക്കൊണ്ട് പിന്നാലെ പോകായിരുന്നു. 10 ആകുമ്പോ ഏതെങ്കിലും ഒരാൾ എണീറ്റാൽ ഇയാൾ പിന്നാലെ ഓടും. അതാ കാരണം. എന്താ കാരണം? പത്തിരി എങ്ങനെ വളരെ ചുരുക്കി പറയാം. പത്തിരി ചുരുക്കം എന്നുള്ള ഒരു 3, അപ്പുറത്ത് അപ്പുണ്ട്, അപ്പം ഒരു 3 എണ്ണം, ഇപ്പുറത്ത് പൊറാട്ട ഉണ്ട്, അതും ഒരു 3 എണ്ണം, അപ്പുറത്ത് ചപ്പാത്തി അതൊരു 3 എണ്ണം. എവിടേക്കത് കൂടി പോകുന്നത്? ഇത്ര ചെറിയ വയറ്റിലേക്ക്. പഴവർഗ്ഗങ്ങൾ വേറെ, കരിച്ചത് പൊരിച്ചത് വേറെ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസ് ഐറ്റംസ് അത് വേറെ. സുബ്ഹാനമൻ ജല്ല ജലാലുഹു. ഇതൊക്കെ എവിടേക്കാ? ഇതൊക്കെ കൂടി കഴിച്ചിട്ട് വന്ന് നിൽക്കുന്ന ആ മനുഷ്യന് പിന്നെ അവൻ ആകെ ഒരു പരാതിയുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഉസ്താദ് 8:30-ക്ക് തുടങ്ങിയിട്ട് 9:15 തീർത്തിരുന്നു. ഇക്കൊല്ലത്തെ ഉസ്താദ് ഭയങ്കര സ്ലോവാണ്. പെട്ടെന്ന് അടിച്ച് പൊളിച്ച് വിടണ്ടേ? എന്താ സംഗതി? എന്താ വിഷയം? നമ്മുടെ നേതാക്കൾ നിസ്കരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലുള്ള നിസ്കാരം മക്കത്തുൽ മുക്കറമയിലേക്കൊന്ന് നോക്കൂ. നമ്മളെക്കാളും പ്രായം 40-ഉം 50-ഉം കൂടുതലുള്ള അറബികൾ വടിയും കുത്തിപ്പിടിച്ച് വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് കേട്ടുകൊണ്ടുള്ള 20 റക്അത്ത് തറാവീഹ് നിസ്കാരം. എത്ര നേരം അവർ നിസ്കരിക്കുന്നത്? 1 മണിക്കൂറും ചില്ലറ മിനിറ്റും ഉണ്ട്. 1.25 മണിക്കൂർ, 1:10 വരുന്നുണ്ട് പലപ്പോഴും.
ആ നിസ്കാരത്തിലൊക്കെ എന്താണ് അതിന്റെ ഒക്കെ ഒരു ഭംഗി, എന്താണ് ആ ഓത്തിന്റെ ഒക്കെ ഒരു ചൈതന്യം. എത്ര കേട്ടാലും മതിവരാത്ത ഖിറാഅത്ത്, അത് കേട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ആമീൻ പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരല്ലേ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത്, ലക്ഷക്കണക്കിന് കൂലി കിട്ടുന്ന സ്ഥലത്ത് എന്നാ കുറച്ചെങ്കിലും ആയില്ലേ എന്ന് കരുതി ആരെങ്കിലും ഇറങ്ങിപ്പോകുന്നുണ്ടോ? എന്താണ് ആ നിസ്കാരം? പ്രായം കൂടുതലുള്ള ആൾക്കാർ വടിയിൽ ഇങ്ങനെ അവലംബിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത് തന്നെ, ഒരു വടിയിലാണ് ഒരു കൈ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിൽക്കാനല്ലാതെ കഴിയില്ല. അവരും വന്നിരിക്കുക ഈ സുന്നത്ത് നിസ്കരിക്കാൻ. സഹോദരങ്ങളെ, തളീഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ, ഉറക്കത്തെ പെട്ടെന്ന് വലിച്ചു കൊണ്ടുവരും. ഉറക്കത്തെ വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയില്ല, ഉറങ്ങാൻ തോന്നും, ക്ഷീണമാണെന്ന് തോന്നും, ഉറക്കിലേക്ക് അങ്ങ് നീങ്ങും. കാര്യമായിട്ട് കിട്ടിയത് എന്താന്ന് ചോദിക്കുമ്പോ ഉറക്കമാണ് കിട്ടിയത്. തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റു, അത്താഴത്തിന്റെ സമയത്തും ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു, പാകപ്പെടുത്തിയില്ല. പകലൊരു 9 മണിക്കൂർ, ഒരു 10 മണിക്കൂർ പകല് നോമ്പ് നോൽക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, രാവിലെയുള്ള നാസ്തയും ഉച്ചക്കുള്ള ഭക്ഷണവും രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അതിന്റെ അളവ്. ഒന്നാകെ കഴിച്ച് സുബി നിസ്കരിച്ച് ഇരിക്കുമ്പോഴേക്ക് ഉറക്കം വന്നുപോയി. ഒരു ജുസ് ഓതാൻ അവന്റെ കണ്ണിന് തുറവില്ല, മനസ്സിന് കഴിയുന്നില്ല, ഉറക്കിലേക്ക് ചാടിപ്പോയി. പിന്നെ ആ ഉറക്കമാണ് 12 മണിവരെ ഉറക്കം. എന്നിട്ട് അതിനിപ്പുറത്ത് വന്നുകൊണ്ട് ഒരു ഹദീസ് ഓതും, നൗമു സ്വാഇമി ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. എന്താ നോമ്പുകാലത്ത് കിട്ടിയത്? ഭയങ്കര ഇബാദത്താ കിട്ടിയത്, ഉറക്കം കിട്ടിയില്ല. ഹദീസിലില്ലേ നൗമു സ്വാഇമി ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. കിട്ടിയല്ലോ, ഇബാദത്ത് കിട്ടിയല്ലോ. ഏത് ഇബാദത്താ കിട്ടിയത്? ഉറക്കം എന്നുള്ള ഇബാദത്ത് കിട്ടി. നമ്മുടെ ഖൽബിനെ ചാഞ്ചല്യങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം. ഖൽബിന് പരിശുദ്ധി വേണം, ഖൽബിന് സലാമത്ത് വേണം. ഖൽബിന് ശുദ്ധീകരണം കിട്ടാനല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാസമയത്തും തങ്ങൾ നടത്തിയിരുന്ന ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഇടക്കിടക്ക് തങ്ങൾ ദുആയിരുന്നിരുന്ന ദുആകളിൽ ഒരു ദുആയാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, പടച്ചോനെ എന്റെ നഫ്സിന്, എന്റെ ഖൽബിന് നീ വിശുദ്ധി നൽകണം, തഖ്വ നൽകണം. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അതിന് നീ പരിശുദ്ധി നൽകണം, അതിനെ നീ സംസ്കരിക്കണം. നീയാണ് ഖൽബിനെ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ, നീയാണ് അതിന്റെ സംരക്ഷകൻ, നീയാണ് അതിന്റെ ഉടമസ്ഥൻ. ഖൽബ് നിന്റെ നിയന്ത്രണത്തിലാണല്ലോ അല്ലാഹ്. ഖൽബിനെ നേരെ ചൊവ്വേ നീ നടത്തി തരണം, അതിനുള്ള എല്ലാ സംസ്കരണ മാർഗങ്ങളും നീ തരണം. സഹോദരങ്ങളെ, ഖൽബിന് പരിശുദ്ധി ഉണ്ടാകണം, അപ്പോഴല്ലേ വിജയം. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതി കേൾക്കുന്ന ഒരു സന്ദേശമുണ്ട്, നമുക്ക് മാത്രം തന്ന സന്ദേശമല്ല, പൂർവികർക്കും അല്ലാഹു തആല തന്ന സന്ദേശമാണത്. അത് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഈ ഉപദേശം നമുക്ക് മാത്രമുള്ള ഉപദേശമല്ല. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. പൂർവിക ഗ്രന്ഥങ്ങളിലും അല്ലാഹു ഈ ഉപദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഉപദേശം? ഖദ് അഫ്ലഹ മൻ തസക്കാ, തസ്കിയത്ത് നേടിയവൻ, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചു പോയി, ആത്മവിശുദ്ധി നേടിയവൻ വിജയിച്ചു പോയി. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ, ആ ആത്മവിശുദ്ധി നേടിയതിന്റെ അടയാളമാണ് റബ്ബിന്റെ പേര് ചൊല്ലിയിട്ടവൻ നിസ്കരിച്ചു, അഥവാ വാങ്ക് വിളിച്ചിട്ടവൻ നിസ്കാരം നിർവഹിച്ചു. അതവന്റെ ഖൽബിന് വിശുദ്ധിയുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ്. നിസ്കരിക്കേണ്ട നേരം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവിന്റെ ഈ
ഇസ്മ ചൊല്ലിയിട്ട് വാങ്ക് വിളിച്ച് തക്ബീർ മുഴക്കിയിട്ട് ഫസല്ലാവൻ നിസ്കരിച്ചു, അതവന് മനസ്സിൽ വിശുദ്ധിയുണ്ട് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ഇരിക്കട്ടെ, ഖദ് അഫ്ലഹ മൻ തസക്കാ, തസ്കിയത്ത് നേടിയവൻ വിജയിച്ചു എന്നല്ലേ പറഞ്ഞത്. ഖൽബിന് പരിശുദ്ധി ഉണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന് ഏറ്റവും പ്രധാനമായുമുള്ള വിഷയം അതാണ്. 4 സ്വഭാവങ്ങളിൽ നിന്ന് ഖൽബിനെ മോചിപ്പിച്ചെടുക്കണം. 4 സ്വഭാവങ്ങൾ, അത് ഖൽബിന് ഏറ്റവും ദുഷിച്ച സ്വഭാവങ്ങളാണ്. ഖൽബിന്റെ 4 കേടുവരുത്തുന്ന 4 സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞപ്പോ മഹാന്മാര് എണ്ണി പഠിപ്പിച്ചല്ലോ. കിബ്റുൻ, അഹങ്കാരം, അതേറ്റവും വലിയൊരു രോഗമാണ്. എന്താ സഹോദരങ്ങളെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ അവഗണിക്കുക. ഒരാള് ഒരു സത്യമായ വിഷയം പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കൂല. അത് ഇപ്പത്തെ കാലത്ത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട. ബാപ്പ മക്കളോട് പറഞ്ഞതും, ഭർത്താവ് ഭാര്യയോട് പറയുന്നതും, ചേട്ടൻ അനുജനോട് പറഞ്ഞതും, കൂട്ടുകാരനോട് പറഞ്ഞു ഒക്കെ വായിച്ചാ മതി. ഒരു ഉസ്താദിന്റെ ശിഷ്യന്റെ മാത്രം വായിക്കണ്ട, എല്ലാം ചേർത്ത് വായിച്ചോളൂ. ബത്റുൽ ഹഖ്, സത്യത്തെ അവഗണിക്കുക. സത്യം ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആര് പറഞ്ഞാലും, കൊച്ചു കുട്ടി വന്നിട്ടൊരു വിഷയം പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം. അങ്ങനല്ലേ മഹാന്മാരൊക്കെ ചെറിയ കുട്ടികളെ ഉപദേശം വരെ സ്വീകരിച്ചത്. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഒരു കുട്ടിനെ കണ്ടപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? കുട്ടി തിരിച്ചൊരു ചോദ്യം, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അപ്പൊ മഹാനവറുകൾ തീരുമാനം എടുത്തു, ഇനി ആവശ്യമുണ്ടെങ്കിൽ ആരോടും പേര് ചോദിക്കുള്ളൂ, ആവശ്യമില്ലാതെ ഒരാളോടും ഒന്നും ചോദിക്കൂല. ആ കുട്ടിയുടെ മറുപടിയിൽ നിന്ന്, അല്ലാതെ ആ കുട്ടിനെ ശപിച്ചതല്ല, ഒരു കുസൃതി കൂടിയ കുട്ടി അങ്ങനെ പറഞ്ഞല്ല, ആ കുട്ടി പറഞ്ഞ മറുപടിയിൽ നിന്ന് മഹാനവറുകൾ സ്വീകരിച്ച ഗുണപാടാണത്. ശരിയാണല്ലോ മോൻ പറഞ്ഞേ, എനിക്കിപ്പോ ആ പേര് കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളെങ്ങനെ അത് വിലയിരുത്താൻ മറുപടി? എന്തൊരു ശേഷി കുട്ടി, നമ്മളങ്ങനല്ലേ കാണാ. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, കുട്ടി പറഞ്ഞത് എനിക്കുള്ളൊരു ഉപദേശം, വല്ലാത്തൊരു ഉപദേശം. എനിക്കെന്താ പേര് കിട്ടിയിട്ട് കാര്യം? ഞാൻ ആ പേര് ചോദിച്ചു, കുട്ടിയുടെ പേര് പറഞ്ഞു, നോട്ടിക്കോളി, ഇങ്ങോട്ടൊരു പേര് പറഞ്ഞു, എന്താ കാര്യം? ആ കുട്ടിന്റെ പേരതാർത്ഥം, എനിക്കെന്താ കാര്യം? കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചതാണ്, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? മഹാനവറുകൾ തീരുമാനിച്ചു, ആവശ്യമില്ലാതെ ആരോടും ഒരിക്കലും പേര് ചോദിക്കൂല. ആ കുട്ടി പറഞ്ഞെന്നുള്ള തീരുമാനം അവര് സ്വീകരിക്കുന്ന ഗുണപാടാണത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് മറ്റൊരാളോട് പറയുന്നു, അതാ റജുലുൻ യുഹീൽ ലൈല കുല്ലഹു. നമ്മളെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മള് സ്റ്റാൻഡിന്റെ മേലെ ഇങ്ങനെ കയറി, അല്ലാ ഞാനിപ്പോ നിങ്ങളാ വിചാരിച്ചായിരുന്നല്ല, അന്താരാഷ്ട്ര നേതാവാണ് ഞാൻ. അബൂ ഹനീഫ തങ്ങൾ കാതോരം കേൾക്കാണ് ഒരാൾ മറ്റൊരാളോട് പറയുന്നത്. അപ്പോ നാളെ കണ്ടോ, കൂടെ നിൽക്കുന്ന ആ കുറച്ചൊക്കെ ഹൈറ്റ് ഉള്ള ആളെ കണ്ട, രാത്രി മുഴുവനും ഹയാത്താക്കുന്ന നല്ലൊരു മനുഷ്യനാണ്, രാത്രി മുഴുവനും ഹയാത്താക്കുന്ന നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, പടച്ചോനെ എന്നെ പറ്റിയാണോ ആ പറയുന്നത്? പേടിച്ചു, എന്നെ പറ്റിയാണോ പടച്ചോനെ ആ പറഞ്ഞത്? എന്നെ പറ്റിയാണോ ആ പറയുന്നത്? ആ വർത്താനം. അല്ലാഹുവേ, ജനങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ, അവരെ മനസ്സിലെ ധാരണക്കനുസരിച്ചെങ്കിലും ഞാൻ നിന്റെ അടുക്കൽ നല്ല ആളാകണം. പിന്നീട് വഫാത്ത് വരെ നീണ്ട 40 കൊല്ലം അഹ്യൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും ഹയാത്താക്കി പോയി. ഒരാള് മറ്റൊരാളോട് പറഞ്ഞൊരു വർത്തമാനം കേട്ടപ്പോ പേടിച്ചുപോയി. അതിൽ അഹങ്കരിച്ചതല്ല, അതിൽ വലുതായതല്ല.
ഞാൻ അങ്ങനെയാണ് എന്ന് മറ്റൊരാളോട് പറഞ്ഞതല്ല, എന്റെ മഹത്വം കേട്ടോ എന്ന് പറഞ്ഞതല്ല. കേട്ടപ്പോ പേടിച്ചുപോയി, ആലോചിച്ചുപോയി. ജനങ്ങളെ പിന്നെ പറ്റി ഇങ്ങനൊക്കെ ധരിക്കുന്നുണ്ടോ അല്ലാ? ഞാൻ അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് മഹാനവർകൾ എന്നിട്ടും ചിന്തിക്കുന്നു, അങ്ങനെയല്ലല്ലോ അല്ലാ. ചില രാത്രിയൊന്നും എനിക്കതിന് സാധിക്കാറില്ലല്ലോ. ഇങ്ങനെ ഒരു ധാരണ എന്നെ പറ്റി ആളുകൾക്കുണ്ടെങ്കിൽ അവരെ ധാരണക്കനുസരിച്ചെങ്കിലും നിന്റെ അടുക്കൽ ഞാൻ നല്ല ആളാകണ്ടേ എന്ന് ചിന്തിച്ച് പേടിച്ചു പോയി. പിന്നെ ജീവിതകാലമുള്ള 40 കൊല്ലവും രാത്രി മുഴുവനും മഹാനവറുകൾ ഹയാത്താക്കി പോയി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്ത അവരുടെ ഖൽബിലുള്ള വിശാലതയാണ്. തീരെ ഒരു ലെവലേശം കിബർ തൊട്ട് തീണ്ടാത്ത രൂപഭാവങ്ങളാ സഹോദരങ്ങളെ. കിബർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ അവഗണിക്കുക, വിസമ്മതിക്കുക. വഗംതുന്നാസ്, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക, മറ്റുള്ളവരെ കണ്ണിൽ ചെറുതാക്കുക. ഒരാളെയും നിന്റെ കണ്ണിൽ നീ ചെറുതാക്കരുത്, ആരെയും നിന്റെ കണ്ണിൽ നീ ചെറുതാക്കരുത്. ഏതൊരാൾക്കും നിന്റെ കണ്ണിൽ നീ സ്ഥാനമാനം കൊടുക്കണം. ആർക്കാണ് സഹോദരങ്ങളെ ചെറുപ്പം കൊടുക്കാൻ കഴിയുന്നത്? ആരെയാണ് നമ്മുടെ കൽവിൽ ചെറുതാക്കാൻ തോന്നുന്നത്? ഒരാളെയും നമ്മുടെ കൽവിൽ ചെറുതാക്കരുത്. നമ്മെക്കാളും വലിയ ആളെയും നമ്മെക്കാളും ചെറിയ ആളെയും എല്ലാവരോടും നമ്മുടെ കൽവിൽ വലുപ്പമുണ്ടാകണം. അതേ, നീ കാണുന്നത് ഒരു ചെറിയ കുട്ടിയെയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നീ വിലയിരുത്തേണ്ടത്, പടച്ചോനെ എല്ലാവരിലേക്കും നല്ല മഹത്വത്തോടെ നോക്കണം. നിന്നിലേക്ക് മാത്രം നീ പോരായ്മയുടെ കണ്ണുകൊണ്ട് നോക്കണം. പോരായ്മ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിന്റെ കൽബിലേക്ക് നീ നോക്കണം. ഒരു ചെറിയ കുട്ടിയാണോ നീ കാണുന്നത്? നീ പറയണം, അദാലം യസില്ല, ഈ കുട്ടി അല്ലാഹുവിനൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അല്ലാഹുവിനെ എത്ര എതിര് ചെയ്തു, എത്ര ഫർള് ഞാൻ ഒഴിവാക്കി, എത്ര ഹറാമ് ഞാൻ എടുത്തുപോയി, എത്ര കറാഹത്ത് ഞാൻ പതിവാക്കി പോയി, എത്ര അനാവശ്യങ്ങളിൽ ഞാൻ ഒരുമിച്ച് കൂടിപ്പോയി. ഈ കുട്ടി എന്നെക്കാളും നല്ലവനാണ് എന്നതിൽ സംശയമില്ല. ചെറിയൊരു കുട്ടിയെ കണ്ടപ്പോ നിന്റെ മനസ്സിൽ വരേണ്ട ധാരണ, ആ കുട്ടി പഠിച്ചോനെ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് ആ കുട്ടി അങ്ങ് വിട വാങ്ങിപ്പോയാൽ ആ കുട്ടിക്ക് എന്തൊരു സുഖം, നേരെ സ്വർഗത്തിൽ. എനിക്കതിന് കഴിയൂലല്ലോ. പ്രായവും പക്വതയൊക്കെ നീ തന്നില്ലേ, ചെറുപ്പത്തിൽ തന്നെ മരിക്കാനും പറ്റിയില്ലല്ലോ. ചെറിയൊരു കുട്ടിയെ കാണുമ്പോ നിന്റെ മനസ്സിൽ വരേണ്ട വിചാരണ, നീ ഒരു വലിയവനെ കണ്ടാലോ നിന്നെക്കാളും പ്രായമുള്ള ആളെ നീ പറയണം, ഹാദാ ഖൈറും മിന്നി, എന്നെക്കാളും നല്ല ആളാണ്. അബദല്ലാഹ ഖബലി, എന്റെ മുമ്പ് അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് തുടങ്ങിയല്ലോ. എന്റെ മുമ്പ്, ഞാൻ ജനിക്കും മുമ്പ് മൂപ്പർ അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് തുടങ്ങിയിട്ടില്ലേ, നിസ്കരിച്ചിട്ടില്ലേ, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ആ വലിയ ആളെ പറ്റി നിന്റെ ധാരണ അങ്ങനെയാണ്. ഒരു പണ്ഡിതനെയാണോ നീ കാണുന്നത്? നിന്റെ മനസ്സിൽ നീ വിചാരിക്കണം, എനിക്ക് നൽകപ്പെടാത്ത പലതും ഈ പണ്ഡിതന് നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ എത്താത്ത പല മേഖലകളിലും എത്തിയിട്ടുണ്ട്. എനിക്ക് വിവരമില്ലാത്ത പലതും അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. പല വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട്, എനിക്കതിനെ സംബന്ധിച്ചൊന്നും വിവരമില്ലല്ലോ. ഞാൻ എങ്ങനെ അതുപോലെയാകും? ഞാൻ അയാളെ പോലെയാണ് എന്നെങ്ങനെ വിചാരിക്കും? എന്നെക്കാളും എത്ര ഇൽമുണ്ട്, എന്നെക്കാളും എത്ര അമലുണ്ട്. ഞാൻ എത്താത്ത ഏതെല്ലാം മേഖലയിൽ അദ്ദേഹം എത്തിപ്പെട്ടു, എനിക്കങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അപ്പോഴും നീ ചിന്തിക്കേണ്ടത്. വൈകാന ജാഹിലൻ, നീ കാണുന്നത് ഒരു വിവരവും ഇല്ലാത്ത ആളാണെങ്കിൽ, ഓനൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള കഴിവും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ആളാണെങ്കിൽ നീ പറഞ്ഞേക്കണം, ഈ മനുഷ്യൻ വിവരമില്ലാതെയല്ലേ തെറ്റ് ചെയ്തത്. അതേ സമയത്ത് ഞാൻ അല്ലാഹുവിനെ ധിക്കാരം ചെയ്തത് ബോധപൂർവമല്ലേ? അല്ലാഹു തആല എന്റെ മേലല്ലേ വലിയ
വലിയ പ്രമാണം വെച്ച് എന്നെയല്ലേ പിടികൂടുക? ഈ മനുഷ്യന് അല്ലാഹു തആല മാപ്പ് കൊടുത്താലോ, ഒരു വിവരവും ഇല്ലാതെ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ എനിക്കത് ചിന്തിക്കാൻ കഴിയൂലല്ലോ എന്ന മനസ്ഥിതിയാകണം നിനക്കുണ്ടാകേണ്ടത്. അതേ, മഹാന്മാര് പഠിപ്പിക്കുന്നു, നീ കാണുന്നത് ഒരു സത്യനിഷേധയാണ്, നീ ഈമാനുള്ളവനാണ്. അപ്പോഴും നീ ചിന്തിക്കണം, അല്ലാഹുവേ അദ്ദേഹത്തിനെങ്ങാനും നീ തൗഫീഖ് നൽകിയിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള അവസരം അല്ലാഹുവേ നീ നൽകിയിട്ട് നല്ല അമല് കൊണ്ട് സമാപിക്കാനുള്ള അവസരവും നൽകിയാൽ എന്റെ അവസ്ഥ എനിക്കറിയില്ലല്ലോ, ഞാൻ എങ്ങനെ ആയിത്തീരുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നല്ല ആളാണെങ്കിലല്ലേ, അവസാനം നല്ല നിലക്കായെങ്കിലല്ലേ എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റൂ. ആ മനുഷ്യൻ നല്ല ആളായി തീരുകയും ഞാൻ മോശപ്പെട്ടവനാവുകയും ചെയ്താലോ? അങ്ങനെ എത്ര ആളുകളായിട്ടുണ്ട്? മുസ്ലിമായി ജനിച്ച് മുസ്ലിം അല്ലാതെ വിട്ടുപിരിഞ്ഞു പോയ എത്ര ആളുകളുണ്ട്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം അല്ലാത്ത രീതിയിൽ വളർന്ന് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ ബോധോദയമുണ്ടായ സത്യം അവന്റെ മനസ്സിലേക്ക് പ്രകാശമായി ഉദിച്ചു വന്ന് ഈമാൻ സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടിയിട്ട് ആഖിബത്ത് നന്നായി പിരിഞ്ഞു പോയവർ എത്രയുണ്ട്? അപ്പോഴും നിന്റെ ധാരണ ഉണ്ടാകേണ്ടത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിന്റെ ഖൽബില് കിബറിന്റെ ഒരു അംശം ഉണ്ടാകൂല. എല്ലാവരെ പറ്റിയും നിന്റെ വിലയിരുത്തൽ നല്ല രൂപത്തിലാണ് നിന്റെ വിലയിരുത്തൽ. ആരെപ്പറ്റിയും മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്തലില്ല. മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്താൻ ഏറ്റവും നല്ലത് നമ്മുടെ ശരീരമാണ് മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്താൻ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ശരീരത്തെ പറ്റി, നമ്മുടെ മനസ്സിനെ പറ്റി നല്ല വിലയിരുത്തലാണ്. മറ്റുള്ളവർക്ക് അല്ലാഹു തആല എന്തെങ്കിലും നൽകിയതിനെ പറ്റിയിട്ട് നമുക്കൊരു കുറവും നമുക്കൊരു ഹസദും ഇല്ലാത്ത നല്ല ഖൽബ് കഴിയോ? ഒരാൾക്ക് അല്ലാഹു തആല അയാളെ അധ്വാന ഫലമായിട്ടോ സമ്പാദ്യം കൊണ്ടോ അനന്തരം കിട്ടിയ സമ്പാദ്യം കൊണ്ടോ ഒരാൾക്ക് അല്ലാഹു തആല ഒരു വാഹനം വാങ്ങാൻ തൗഫീഖ് കൊടുത്തു, ഒരു വീടുണ്ടാക്കാൻ തൗഫീഖ് കൊടുത്തു. നമ്മൾ എങ്ങനെയാണ് അത് കാണുക? അനുകൂലമായിട്ടാണോ കാണുക, പ്രതികൂലമായിട്ടാണോ കാണുക? അനുകൂലമായി കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. അനുകൂലമായി കാണുന്ന ഖൽബാണോ ഒരു കുഴപ്പം ഉണ്ടാകൂല. ആ ഖൽബിനെ എനിക്ക് കേടൊന്നും പറയാനുണ്ടാകൂല. എത്ര നല്ലതാണെങ്കിലും കേട് പറയും, മനസ്സിനത് ദഹിക്കൂലെങ്കിൽ. നല്ലൊരു വാഹനം പോകുന്നു, നമുക്ക് നല്ലൊരു വാഹനം, അത്യാവശ്യം തിരക്കടില്ല, ഒരു കുടുംബത്തിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വാഹനം. അപ്പുറത്തിരിക്കുന്ന ആളത് കേൾക്കുന്ന ആള് ചെറിയ ഖൽബിനൊരു സ്വയമാറ്റുള്ള ആളാണെങ്കിൽ അയാൾ പറയും, അതാപ്പൊ നല്ല വാഹനം, അതിനേക്കാൾ മുന്തി എത്ര നല്ല വാഹനമുണ്ട്, ഒരു വാഹനം വാങ്ങാൻ കണ്ടത്. അത് എന്താ, അയാളെ ഖൽബിനെ പിടിച്ചിട്ടില്ല, അയാളെ ഖൽബിനെ രസിച്ചിട്ടില്ല. എന്തിനാപ്പ ആ വാഹനത്തെ കുറവാക്കിയത്? അതൊരു നല്ല വാഹനം തന്നെയല്ലേ, അതിലും പോകാൻ പറ്റൂലേ കുറെ ആളുകൾ? അതും വിലപിടിപ്പുള്ള ഒരു വാഹനം തന്നെയല്ലേ, നല്ലതും സമ്മതിച്ചൂടെ? സമ്മതിക്കാനുള്ള ഖൽബില്ല. ഒരു വീട് നോക്കിട്ട് അല്ലെ, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ നല്ല വീട്. ഇങ്ങനെ വീടുണ്ടാക്കൽ, ഇങ്ങനെ ആരെങ്കിലും മനുഷ്യന്മാരാരെങ്കിലും വീടുണ്ടാക്കും, ആ വീടിനൊരു കുഴപ്പമില്ല, ജീവിക്കാനും താമസിക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ളതാ. പക്ഷെ ഓന്റെ ഖൽബിക്ക് ദഹിച്ചില്ല. അവിടെ കേട്. മറ്റൊരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഏത് നിയമത്തിലും നല്ല രൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഖൽബുണ്ടെങ്കിൽ ആ ഖൽബിനൊരു കേടും ഉണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധിയാർന്ന ഖൽബിന്റെ അടയാളം അങ്ങനെയാണ്. മദീന പള്ളിയിലേക്ക് സ്വഹാബത്തിന്റെ ഇടയിൽ, അവരുടെ ഇടയിലൂടെ കയറി വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ വരുന്നതിന്റെ മുമ്പ്, ഒരു സ്വഹാബി വരുന്നതിന്റെ മുമ്പ് തങ്ങൾ പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽപ്പെട്ട ഒരാള് ദാ ഈ വഴിയിലൂടെ ഒപ്പം ഇങ്ങനെ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, ആരാണ് ഈ വരാൻ പോകുന്ന ആള്? സ്വർഗക്കാരിൽപ്പെട്ട ഒരാൾ ഇപ്പൊ വരുന്നു. സ്വഹാബത്തൊക്കെ നോക്കുന്ന സമയത്ത് ഒരു അടുത്ത കയ്യിൽ 2 ചെരുപ്പും പിടിച്ച് ഉളൂവിന്റെ വെള്ളക്ക് ഇങ്ങനെ താടിരോമങ്ങളിലൂടെ ഒറ്റ വീഴുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ ചെരുപ്പ് ഒരു ഭാഗത്ത് വെച്ച് പള്ളിയുടെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നോക്കി നിസ്കരിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ഒപ്പം അങ്ങോട്ടിരുന്നു. അതേ ആളെ സംബന്ധിച്ച് തന്നെ 2ാം ദിവസവും 3ാം ദിവസവും അതേ വാക്ക് തങ്ങൾ പറഞ്ഞു,
മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. 3 ദിവസം ഒരാളെ പറ്റി ഒരേ വർത്തമാനം പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ള സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവർകൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഒരു അതിഥിയായി നിങ്ങളെ വീട്ടിലേക്ക് വരട്ടെയോ? ഞങ്ങളെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ സൽക്കരിക്കാനും സ്വീകരിക്കാനൊക്കെ കഴിവുള്ള ആള് വരണ്ടെന്ന് പറയരുത്, അതേന്ന് പറയണം. ആ വന്നാളോട് ഒരു ദിവസം കഴിയുമ്പോഴേക്കെന്നെ നാളെ നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിക്കരുത്, അത് 3 ദിവസം കഴിഞ്ഞിട്ടേ ചോദിക്കാവൂ. അതിഥിക്ക് അത്രയും സ്ഥാനമുണ്ട്, എന്റെ ഇടയില് ബുദ്ധിമുട്ടാക്കി വിടാൻ പാടില്ല. ആക്ക് വേണ്ട ആദരവും ബഹുമാനവും കൊടുക്കണം. ആരും അങ്ങനെ ചോദിക്കാൻ മതിയായിരുന്നു അല്ലേ? ചോദിച്ച ആളെ സ്വീകരിക്കുകയും വേണം, സൽക്കരിക്കുകയും വേണം. ഞാൻ നിങ്ങളൊപ്പം വരട്ടെ വീട്ടിലേക്ക്, വന്നോളൂ എന്ന് പറഞ്ഞു. ആ സ്വഹാബിന്റെ കൂടെ പോയി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചു. ആദ്യത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് മഹാനവർകൾക്ക് കിടക്കാനുള്ള പായയും സൗകര്യങ്ങളും കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങിയില്ല. രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ഈ സ്വഹാബി എഴുന്നേറ്റ് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ ചെയ്യുന്നതിന്റെ കാരണമായിട്ടാണോ ഈ സ്വർഗക്കാരൻ എന്ന പേര് ലഭിച്ചത് എന്നൊന്നറിയണം. അതിനാ കാത്തു നിൽക്കുന്നത്. പക്ഷെ പ്രത്യേകമായിട്ട് രാത്രി ഒന്നും കണ്ടില്ല. സുബഹിന്റെ മുമ്പ് സാധാരണ എല്ലാവരും എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് വാങ്കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും മദീന പള്ളിയിലെത്തി. ഒരു ദിവസം അങ്ങനെ. പിറ്റത്തെ ദിവസം പകല് നോക്കുന്നു, പകൽ എന്തെങ്കിലും പ്രത്യേക പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സാമൂഹ്യ സേവനമോ സാന്ത്വന പ്രവർത്തനമോ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധാരണ രൂപത്തിൽ തൊഴിലിന് പോകുന്ന സമയത്ത് തൊഴിലിന് പോകുന്നു. അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് പോകുന്നു, അങ്ങാടിയിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. സാധാരണ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. പ്രത്യേകമായി പുതുതായി ഒന്നും കണ്ടില്ല. ദിവസം 2ഉം 3ഉം ഒക്കെ കഴിഞ്ഞു. രാവും പകലും കഴിഞ്ഞു. 3 രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ അങ്ങനെ ശരിക്ക് ശ്രദ്ധിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ദിക്റ്, എന്തെങ്കിലും ഒരു ദുആ, എന്തെങ്കിലുമൊക്കെ ഒരു നിസ്കാരം, ഏതെങ്കിലുമൊക്കെ ഖുർആനോ ഒന്നും കാണാൻ. സാധാരണ രൂപത്തിൽ തന്നെ എല്ലാവരും ഉറങ്ങും പോലെ ഉറങ്ങി, എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രത്യേകമായി ഒന്നും കാണുന്നില്ല. ആ ഘട്ടത്തിൽ 3ാമത്തെ ദിവസം പോകാൻ നേരത്ത് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് അതിഥി സൽക്കാരം കൂടാൻ വേണ്ടി വന്നതല്ല. എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോ നിങ്ങളെന്നെ പരിഗണിച്ചത് 3 ദിവസം സ്വർഗക്കാരിൽപ്പെട്ട ആളെന്ന് നിങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. അതിന് പ്രത്യേകമായി വല്ലതും ഉണ്ടോ എന്ന് നോക്കാനും അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും പഠിക്കാനും ചേർത്തി വെക്കാനുമാണ് ഞാൻ വന്നത്. പക്ഷേ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളും വിഷയങ്ങളും അല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ കാണാനില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ. ആ സമയത്ത് ആ സ്വഹാബി വര്യൻ പറഞ്ഞു, മാഹുവ ഇല്ലാ മാ റഅയ്തി, നിങ്ങൾ കണ്ടതല്ലാതെ എന്റെ ജീവിതത്തിൽ പുതുമയായി ഒന്നും പറയാനില്ല. എന്തൊക്കെ നിങ്ങൾ കണ്ടു അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ളത്, അതിലപ്പുറം ഒന്നും പറയാനില്ല. സുബ്ഹാനല്ലാഹ്. ഒന്നും കിട്ടാതെ വിഷമത്തോടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിങ്ങനെ പോകാനൊരുങ്ങുമ്പോ തിരിച്ച് വിളിച്ചിട്ട് ആ സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾ കണ്ടതല്ലാതെ ഒന്നും എന്നിലില്ല. പക്ഷേ ഗൈറ അന്നീ ലം അജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു ഐബൻ വലാ ഹസദാ.
ഒരു കാര്യം എന്നിലുണ്ട്, അത് ഞാൻ പറയട്ടെ. ഏതൊരു മുസ്ലിമിന് അള്ളാഹു എന്തൊരു നന്മ കൊടുത്താലും എന്തൊരു നേട്ടം കൊടുത്താലും അതിലൊരു കുറവ് കാണുന്ന മനസ്സ് എനിക്കില്ല, ഒരു ഹസദ് കാണുന്ന മനസ്സും എനിക്കില്ല. ഒരാൾക്ക് അല്ലാഹു കൊടുത്ത ഒരു നന്മയിലും ഞാൻ ഐബ് കാണാറില്ല, ഒന്നിലും ഞാൻ ഹസദ് വെക്കാറില്ല. ആർക്ക് അല്ലാഹു തആല കൊടുത്ത ഖൈറിലും എനിക്കത് വലുതായിട്ടേ തോന്നിയിട്ടുള്ളൂ, നല്ലതായിട്ടേ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോ അതിനാണ് കഴിവ് വേണ്ടത്, അതിനാ സഹോദരങ്ങളെ കഴിവ് വേണ്ടത്. നമ്മുടെ സ്വന്തക്കാരന് വരെ കിട്ടിയതിന് വരെ നല്ല മനസ്ഥിതി പറയാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ചില ആളുകൾ സ്വന്തക്കാരന് കിട്ടിയതിന് വരെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആളുകൾ വേറെ പറയും, എന്റെ സുഹൃത്തിനാണല്ലോ ഇന്നാലിന്ന സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത്. എങ്ങനോ ഒരു സ്ഥാനമാനം കിട്ടി, അതിനിപ്പോ എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, റാഹത്താണ്. അയാൾ പഠിച്ചു നേടി നല്ല റാഹത്തിലായി, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അവന്റെ കൽബിലുള്ള ആ ചൊറി അത് പുറത്തേക്ക് വന്നതാണ്. അങ്ങനെയോ കിട്ടിയൊരു സ്ഥാനം, എനിക്ക് എന്താക്കാൻ ഉണ്ടാവും. സമ്മതിക്കാനും അംഗീകരിക്കാനും അങ്ങോട്ട് കഴിയുന്നില്ല. ഒരു ഖൈറായി സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അതിലെന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലൊക്കെ ഒരു ഹസദ് നമ്മളെ ഭാഗത്ത്. അപ്പൊ നമ്മളങ്ങനെ മെയിനൊക്കെ നന്നാക്കിയിട്ട് ഇങ്ങനെ കുപ്പായിട്ട് ഉഷാറായിട്ട് നടക്കണം. ആർക്ക് അല്ലാഹു തആല കൊടുത്ത ഖൈറിലും എന്തെങ്കിലൊക്കെ ഒരു കുറവ് കാണാൻ അതിനുണ്ടാക്കരുത് നമ്മളെ ഖൽബ്. അതൊരു മൂമിനായ മനുഷ്യന്റെ ഖൽബിന് യോജിച്ചത്. അത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയല്ലതി ബല്ലഗത് ബിക്, യഥാർത്ഥത്തിൽ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ച കാര്യം അത് തന്നെയാണ്. വഹുവ മാ ലാ യുതാഖ്, പെട്ടെന്ന് സാധിക്കാത്തൊരു കാര്യവുമാണത്. ഖൽബിന്റെ പരിശുദ്ധിയാണ് സഹോദരങ്ങളെ ആ പറഞ്ഞത്. ഖൽബിന് ശരിയായ നിലയ്ക്ക് വിശുദ്ധിയുണ്ടോ, സമ്മതിക്കാനും അംഗീകരിക്കാനും ഒരു പ്രയാസവും വരില്ല. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല.